പാവർട്ടി പഞ്ചായത്തിന്റെ കുടിവെള്ള പദ്ധതി പാതി വഴിയിൽ ഉപേക്ഷിച്ച നിലയിൽ 2010-2015 കാലഘട്ടത്തിൽ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗപ്പെടുത്തിയാണ് 5 ലക്ഷം രൂപ ചെലവിൽ കുടിവെള്ള പദ്ധതിക്ക് വേണ്ടിയുള്ള കിണറിന്റെ നിർമ്മാണം ആരംഭിച്ചത്. എന്നാൽ കരാറുകാരൻ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞത് മൂലം നിർമ്മാണ പ്രവർത്തനങ്ങൾ നിലക്കുകയായിരുന്നു. കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി നിർമ്മിച്ച പാവർട്ടി പഞ്ചായത്തിലെ 14-ാം വാർഡിലെ സെന്റ് ജോസഫ് റോഡിന് സമീപം സ്ഥിതി ചെയ്യുന്ന കിണർ ഇപ്പോൾ കാട് പിടിച്ച അവസ്ഥയിലുമാണ്. പ്രദേശം കാട് പിടിച്ചു കിടക്കുന്നതിനാൽ ഇഴജന്തുക്കളുടെ വിഹാര കേന്ദ്രമായിരിക്കുകയാണ് ഇവിടം. അതേസമയം പരിസര പ്രദേശത്തെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനു വേണ്ടിയുള്ള പദ്ധതി നടപ്പിലാക്കാതെ പോയതിൽ അഴിമതി നടന്നിട്ടുണ്ടെന്ന് കേരള കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി എൻ.ജെ. ലിയോ ആരോപിച്ചു. വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പാവർട്ടി പഞ്ചായത്തിലെ 14-ാം വാർഡിലെ കിണറാണ് എൻ്റെ തൊട്ടപ്പുറകിൽ ഇന്ന് നിലനിൽക്കുന്നത്. 2010-2015 കാലഘട്ടത്തിൽ 5 ലക്ഷത്തോളം രൂപ ചെലവ് ചെയ്ത് കോൺട്രാക്ടറായ പൂവത്തൂരുള്ള ഒരു ചന്ദ്രൻ എന്ന വ്യക്തിയാണ് ഇത് കോൺട്രാക്റ്റ് എടുത്തിട്ടുള്ളത്. ഈ കോൺട്രാക്റ്റ് എടുത്തിട്ട് നിർമ്മാണം ഏകദേശം പാതി വഴിയിൽ വെച്ച് നിൽക്കുകയും അവിടെ ഇന്നത്തെ അവസ്ഥയിൽ കുടിക്കാനുള്ള വെള്ളം അതിലുണ്ട് എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. ഇന്നേ വരെ ആ കിണർ വറ്റിയിട്ടില്ല. ഇതേവരെ അതിനുശേഷം 2015 ശേഷം പഞ്ചായത്ത് അധികാരികൾ തിരിഞ്ഞു നോക്കുക പോലും ചെയ്തിട്ടില്ല. ആസ്തി രജിസ്റ്ററിലില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പഞ്ചായത്ത് അധികാരികൾ ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആസ്തി രജിസ്റ്ററിലില്ലെങ്കിൽ ഏത് മാനദണ്ഡത്തിലാണ് 5 ലക്ഷം രൂപയോളം ചെലവ് ചെയ്തിട്ട് ഈ നിർമ്മാണം നടത്തിയത് എന്നതിനെ സംബന്ധിച്ച് ഒരു സമഗ്രമായ അന്വേഷണം നടത്താൻ ബന്ധപ്പെട്ട പഞ്ചായത്ത് അധികാരികൾ തയ്യാറാകണം. ആയില്ലെങ്കിൽ അതിനെതിരെ ശക്തമായ പ്രക്ഷോഭവുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്.